നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ മലയാളത്തിലെ വിവിധ കാലഘട്ടങ്ങളിൽ സൂപ്പർ ഹിറ്റുകളായിരുന്ന ചില മലയാള ചിത്രങ്ങളുടെ ഒരു സീക്വൽ അങ്ങനെ ഇതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചില ചിത്രങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആലോചിച്ചിട്ടുണ്ടാവും. ചില സിനിമകൾ നമ്മൾ കണ്ടിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ അത് കുറച്ച് ദിവസങ്ങളെങ്കിലും നമ്മളെ വിടാതെ പിന്തുടർന്നു എന്നും വരാം. ആ സമയം ആ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം വന്നാൽ എങ്ങനെയായിരിക്കുമെന്ന്, അല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് ഇങ്ങനെയൊക്കെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചില ചിത്രങ്ങളുടെ ഒരു രണ്ടാം ഭാഗം വന്നാൽ എങ്ങനെയായിരിക്കും എന്ന എൻ്റെ ഒരു ചിന്തയുടെ ആവിഷ്കാരമാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയുവാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, മലയാളികളുടെ എക്കാലത്തെയും സൂപ്പർ ഹീറോ ആയിരുന്ന, അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ആയ മിന്നൽ മുരളിയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വിഭാഗത്തിൽ ചിന്തിക്കുവാൻ പോകുന്നത്. ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത് ടൊവിനോ തോമസും ഗുരു സോമസുന്ദരവും ഒക്കെ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രം മലയാളത്തിന് ആദ്യമായിട്ട് തങ്ങളുടേത് എന്ന് പറയുവാൻ കഴിയുന്ന ഒരു സൂപ്പർ ഹീറോയെ സമ്മാനിച്ചു, തർക്കമില്ല. മിന്നൽ മുരളിയുടെ സീക്വൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഇനി ഈ മിന്നൽ മുരളിയുടെ കഥാപരിസരം, അത് നമ്മളിപ്പോൾ രണ്ടാം ഭാഗമാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ കഥാപരിസരം അതെങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കാം. മിന്നൽ മുരളിയുടെ ആദ്യ ഭാഗം നടന്ന കാലത്തിന് ശേഷം ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷമാണ് മിന്നൽ മുരളിയുടെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത്. കുറുക്കൻമൂല ഇപ്പോൾ പഴയ കുറുക്കൻമൂലയല്ല. കുറച്ചുകൂടി വലിയ ഒരു പട്ടണത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ കുറുക്കൻമൂല കൈവരിച്ചിരിക്കുന്നു. കുറുക്കൻമൂല മിന്നൽ മുരളിയുടെ വരവോടുകൂടി ഇന്നൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. ജെയ്സൺ തൻ്റെ തയ്യൽക്കട കുറച്ചുകൂടി വിപുലീകരിച്ചിരിക്കുന്നു. പഴയ തയ്യൽക്കട ഇപ്പോൾ ഒരു റെഡിമെയ്ഡ് ഷോപ്പാണ്. റെഡിമെയ്ഡ് ഷോപ്പിനോട് ചേർന്ന് തന്നെ കുറച്ച് ജോലിക്കാരെയൊക്കെ വെച്ചുകൊണ്ട് ജെയ്സൻ്റെ തയ്യൽക്കടയും പ്രവർത്തിക്കുന്നുണ്ട്. മിന്നൽ മുരളി നാട്ടിലൊരു ലെജൻഡ് ആണെങ്കിലും ജെയ്സൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി നാട്ടുകാർക്ക് ഇപ്പോഴും അജ്ഞാതമാണ്, പലർക്കും അത്ര വ്യക്തവുമല്ല. മിന്നൽ മുരളി ഇപ്പോഴും അത്യാവശ്യ ഘട്ടങ്ങളിൽ നാട്ടുകാരെ സഹായിക്കാറുണ്ടെങ്കിലും ജെയ്സൺ തന്നെയാണ് മിന്നൽ മുരളി എന്ന കാര്യം അറിയില്ലാത്തവരാണ് നാട്ടിലെ ഭൂരിഭാഗവും. ജെയ്സണും ബിജിയും വിവാഹിതരാണ്. ബിജി അവളുടെ മാർഷൽ ആർട്സ് അക്കാഡമി അതും വിപുലീകരിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കഥാപരിസരം. ഇനി കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? തീർച്ചയായും ജെയ്സണുണ്ട്, ബിജിയുണ്ട്, ജെയ്സൻ്റെ ഭാര്യ. ജോസ്മോനെ ഓർമ്മയില്ലേ? ജോസ്മോനുമുണ്ട്. ജോസ്മോൻ ജെയ്സൻ്റെ മരുമകനാണ്. പുതിയ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഡോക്ടർ വിവേക് നായർ. അയാൾ ബ്രില്യൻ്റായ ഒരു എത്തിക്കലി അംബീഗസ് ആയ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. മായ ഡോക്ടർ വിവേക് നായരുടെ മകളാണ്. ഒരു ടെക്സാവി ടീനേജറാണ്. അവൾ ജോസ്മോനുമായി സൗഹൃദത്തിലാണ്. അർജുൻ മേനോൻ കരിസ്മാറ്റിക്കായ ഒരു ടെക് ഓൺട്രപ്രണറാണ്. പക്ഷേ അയാൾക്ക് ചില ഹിഡൻ അജണ്ടയൊക്കെ ഉണ്ട്. ഇനിയാണ് നമ്മളുടെ കഥ ആരംഭിക്കുന്നത്. കുറുക്കൻമൂലയിലേക്ക് ഒരു ദിവസം പുതിയ ഒരു അതിഥി വരുന്നു. അർജുൻ മേനോൻ, അതാണ് അയാളുടെ പേര്. അയാൾ ഒരു ശാസ്ത്രജ്ഞനാണെന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. കുറുക്കൻമൂലയിൽ ഒരു ഹൈടെക് റിസർച്ച് ഫെസിലിറ്റി സ്ഥാപിക്കുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. കുറുക്കൻമൂല നിവാസികൾക്ക് വലിയ തൊഴിൽ അവസരങ്ങളും ജോലി വാഗ്ദാനങ്ങളും സർവോപരി കുറുക്കൻമൂലയുടെ എല്ലാ തരത്തിലുമുള്ള വികസനവുമാണ് തൻ്റെ ലക്ഷ്യമെന്ന രീതിയിൽ അയാൾ സാധാരണക്കാരായ കുറുക്കൻമൂലവാസികളെ പറഞ്ഞ് ധരിപ്പിക്കുന്നുണ്ട്. കുറുക്കൻമൂലയിലെ ഒട്ടുമിക്ക ആൾക്കാരും അർജുൻ മേനോൻ്റെ വാചകത്തിലും നാട്യത്തിലും വീണു പോകുന്നു. ആദ്യഘട്ടത്തിൽ ജെയ്സണും അതിൽ വീഴുന്നുണ്ട്. എന്നാൽ ജെയ്സണ് അർജുൻ്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംശയം ജനിക്കുന്നു. അർജുൻ്റെ റിസർച്ച് ഫെസിലിറ്റിക്ക് നേതൃത്വം കൊടുക്കുവാൻ അർജുൻ വിവേക് നായർ എന്നു പേരായ മറ്റൊരു ശാസ്ത്രജ്ഞനെ കുറുക്കൻമൂലയിലേക്ക് കൊണ്ടുവരുന്നു. ഡോക്ടർ വിവേക് നായർ മകൾ മായയോടൊപ്പമാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. മിന്നൽ മുരളിയുടെ സാഹസിക കഥകളിലും പ്രവർത്തികളിലും വിവേക് നായർ ആകൃഷ്ടനാകുന്നു. എന്നു മാത്രമല്ല, മിന്നൽ മുരളിയെക്കുറിച്ച് അയാൾ രഹസ്യമായിട്ട് ഒരു അന്വേഷണവും ആരംഭിക്കുന്നു. വിവേക് നായരുടെ ചോദ്യങ്ങളിലും അന്വേഷണങ്ങളിലും നിന്നും സമർത്ഥമായി ഒഴിഞ്ഞു മാറുവാൻ ജെയ്സന് ആവുന്നുണ്ടെങ്കിലും നായരുടെയും അർജുൻ മേനൻ്റെയും പദ്ധതികൾ എന്തൊക്കെയാണ് എന്നറിയുവാനുള്ള ജെയ്സൻ്റെ പദ്ധതികളും ഇതോടൊപ്പം ആരംഭിക്കുന്നു. ഇതിനിടയിൽ ജോസ്മോനും ജെയ്സനെ സഹായിക്കുവാനായി അർജുൻ മേനോനെക്കുറിച്ചും വിവേക് നായരെക്കുറിച്ചും സ്വന്തം നിലയ്ക്ക് അന്വേഷണം ആരംഭിക്കുന്നു. വിവേക് നായരുടെ മകൾ മായയുമായി ജോസ്മോൻ ഒരു സൗഹൃദം സ്ഥാപിക്കുന്നു. അങ്ങനെ
നായരുടെയും അർജുൻ്റെയും രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന എന്തെങ്കിലും അവളിൽ നിന്നും ലഭിക്കുമോ എന്നായിരുന്നു ജോസ്മോൻ്റെ ലക്ഷ്യം. അതൊരൽപ്പം റിസ്ക് പിടിച്ച പണിയായിരുന്നു എങ്കിലും. ഇതിനിടയിൽ കുറുക്കൻമൂല എന്ന കൊച്ചു പട്ടണം അർജുൻ മേനോൻ്റെ റിസർച്ച് സ്ഥാപനത്തെ ചൊല്ലി രണ്ടായി വിഭജിക്കപ്പെടുന്നു. അർജുൻ മേനോൻ നൽകിയ വാഗ്ദാനങ്ങളും അതിലൂടെ കുറുക്കൻമൂല വികസിച്ച് വലിയ ഒരു പട്ടണമായി രൂപാന്തരപ്പെടുന്നത് സ്വപ്നം കാണുന്ന ഒരു കൂട്ടർ ഒരു ഭാഗത്തും, എന്നാൽ അർജുൻ മേനോൻ്റെ വാഗ്ദാനങ്ങളെല്ലാം പൊള്ളയാണെന്നും അയാളുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ മറ്റെന്തോ ആണെന്ന് സംശയിക്കുന്ന മറ്റൊരു കൂട്ടർ മറുഭാഗത്തും. ജെയ്സന്റെ അന്വേഷണങ്ങളിൽ നിന്നും അയാൾക്കൊരു കാര്യം മനസ്സിലായി. മിന്നൽ മുരളിക്ക് അയാളുടെ ശക്തി കിട്ടിയ അതേ സാഹചര്യങ്ങൾ അതേപോലെ റീക്രിയേറ്റ് ചെയ്യുവാനാണ് അർജുൻ മേനോൻ്റെ ശ്രമം എന്ന്. അതേ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഒട്ടേറെ മിന്നൽ മുരളിമാരെ ഉണ്ടാക്കിയെടുക്കുവാനാണ് അർജുൻ മേനോൻ്റെ ശ്രമം. അങ്ങനെ സൂപ്പർ പവർ കിട്ടുന്ന എല്ലാവരെയും അയാളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനും അങ്ങനെ സ്വയം ഒരു സൂപ്പർ പവർ ആകുവാനുമാണ് അർജുൻ മേനോൻ്റെ ലക്ഷ്യം. അർജുൻ മേനോൻ്റെ പദ്ധതികൾ ലക്ഷ്യം കൊണ്ടാൽ അത് വലിയൊരു വിപത്തിലേക്കായിരിക്കും നാടിനെ കൊണ്ടുചെന്നെത്തിക്കുക എന്ന് മനസ്സിലായ ജെയ്സൺ എങ്ങനെയാണ് അർജുൻ്റെ പദ്ധതികളെ പരാജയപ്പെടുത്തുന്നത് എന്ന ആലോചനയിലാണ്. അയാൾ ഈ വിവരങ്ങളെല്ലാം ബിജിയെയും ജോസ്മോനെയും അറിയിക്കുന്നു. വിവേക് നായർക്ക് അർജുൻ മേനോൻ്റെ പദ്ധതികളെക്കുറിച്ച് ആദ്യം വ്യക്തമായ ധാരണ ഇല്ലായിരുന്നുവെങ്കിലും അയാളുടെ ലക്ഷ്യങ്ങളുടെ യഥാർത്ഥ കാരണം മനസ്സിലായപ്പോൾ അയാൾ പതിയെ പിന്മാറുന്നു. അർജുൻ മേനോൻ്റെ പരീക്ഷണങ്ങൾ ടൗണിൽ അപകടകരമായ രീതിയിലുള്ള പവർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുന്നു. താൻ തന്നെയാണ് മിന്നൽ മുരളി എന്ന കാര്യം നാട്ടുകാരിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് എങ്ങനെ തൻ്റെ നാട്ടുകാരെ വലിയൊരു വിപത്തിൽ നിന്നും രക്ഷിക്കാം എന്ന ശ്രമത്തിലാണ് ജെയ്സൺ. ബിജി നാട്ടിലുള്ള തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അർജുൻ്റെ പ്രോജക്റ്റിനെതിരെ നാട്ടുകാരെ സംഘടിപ്പിക്കുന്നു. കുറുക്കൻമൂലയിലെ ഒരേ ഒരു സൂപ്പർ പവർ താനാണെന്നും അതുകൊണ്ട് തന്നെ തൻ്റെ നാട്ടുകാരെ സംരക്ഷിക്കേണ്ട മുഴുവൻ ചുമതലയും തനിക്ക് മാത്രമാണ് എന്നും ജെയ്സണും മനസ്സിലാകുന്നു. ഈ ഒരു ടാസ്ക് ഉയർത്തുന്ന ശാരീരികവും മാനസികവുമായ വെല്ലുവിളി അത് ചെറുതല്ലെന്നും ഒപ്പം തൻ്റെ മിന്നൽ മുരളി എന്ന ഐഡൻറ്റിറ്റി അത് പരമാവധി രഹസ്യമായി സൂക്ഷിക്കുക എന്ന കാര്യവും ജെയ്സനെ കൂടുതൽ സമ്മർദ്ദത്തിൽ ആക്കുന്നുണ്ട്. ഈ പരീക്ഷണങ്ങളിലും വെല്ലുവിളികളിലും താനാണ് ഏക സൂപ്പർ പവർ എന്ന ചിന്തയും ഒപ്പം ഇങ്ങനെ ഉള്ള അമാനുഷിക ശക്തികൾ തനിക്കുണ്ടെങ്കിലും അത് ഉണ്ടാക്കുന്ന സമ്മർദ്ദവും മറ്റാരുമായും പങ്കുവയ്ക്കാനാകില്ല എന്ന ദുഃഖവും ജെയ്സനെ വല്ലാതെ അലട്ടുന്നുമുണ്ട്. അർജുൻ്റെ ടാർഗറ്റ് ജെയ്സൺ ആണെന്ന് ജെയ്സൺ അറിയാമെങ്കിലും അതിലുണ്ടാകുന്ന സ്ട്രെസ്സും അപകടവും ജെയ്സൺ തിരിച്ചറിയുന്നുണ്ട്. കാരണം അതുമൂലം അപകടത്തിലാകുന്നത് അയാളുടെ നാട്ടുകാർ തന്നെയാണ് എന്ന കാര്യവും അയാൾക്ക് നന്നായി അറിയാം. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളും വെല്ലുവിളികളും അർജുൻ ഉയർത്തുന്ന ഭീഷണിയുമെല്ലാം അയാളുടെ ചുറ്റും ഉള്ളവരെ കൂടി ബാധിക്കുന്നതിൻ്റെ പ്രധാന കാരണം അയാൾ ഒരാൾ മാത്രമാണല്ലോ എന്ന ചിന്ത കൂടി ജെയ്സനെ വല്ലാതെ അലട്ടുന്നുണ്ട്. നാട്ടിലെ ഏക പ്രതിരോധ ശക്തി താനാണെന്നും അത് തന്നിൽ അടിച്ചേൽപ്പിക്കുന്ന ഭാരം അത് എത്രമാത്രം വലുതാണെന്നും താൻ തോറ്റുപോയാൽ അവരെ രക്ഷിക്കാൻ മറ്റാരുമില്ല എന്നും ഒരു നാട് തന്നെ നശിച്ചു പോകുമെന്ന ബോധ്യം ഒരു ഘട്ടത്തിൽ ജെയ്സനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുമുണ്ട്. ഡോക്ടർ വിവേക് നായർ അർജുൻ്റെ പ്ലാൻ മനസ്സിലാക്കി രഹസ്യമായി ജെയ്സനെ സമീപിക്കുന്നു. മായയും തൻ്റെ അച്ഛനും ജെയ്സനുമായി ഒരുമിക്കുന്നു എന്ന് മനസ്സിലാക്കി അവരോടൊപ്പം കൈ കോർക്കുന്നു. ഈ സമയം കുറുക്കൻമൂല ഒന്നാകെ അവർക്ക് വരാൻ പോകുന്ന അപകടം മനസ്സിലാക്കി ജെയ്സന്റെ പിന്നിൽ ഒന്നിച്ച് അണി നിരക്കുന്നു. അർജുൻ അയാളുടെ എക്സ്പെരിമെൻ്റൽ ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് കുറുക്കൻമൂലയെ ഒട്ടാകെ നശിപ്പിക്കും എന്ന ഭീഷണി മുഴക്കുന്നു. ജെയ്സൺ അർജുനെ പ്രതിരോധിക്കുന്നു. ഈ സമയം ബിജിയും ജെയ്സണും മായയും അവരുടെ മറ്റ് കൂട്ടാളികളും ചേർന്ന് നാട്ടുകാരെ പലയിടങ്ങളിൽ നിന്നായി ഒഴിപ്പിച്ചിട്ട് അർജുൻ ഉണ്ടാക്കിയ ഡിവൈസ് നിർവീര്യമാക്കുവാൻ ശ്രമിക്കുന്നു. ജെയ്സന്റെ ശക്തികളെ പ്രതിരോധിക്കുവാനുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി അർജുൻ ഇതിനോടൊപ്പം ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടർ നായരും മായയും അർജുൻ്റെ ഡിവൈസിനെ നിർവീര്യമാക്കുവാനുള്ള ടെക്നിക്കൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ജെയ്സനെ സഹായിക്കുന്നു. ഒടുക്കം ജെയ്സൺ അർജുനെ കീഴ്പ്പെടുത്തുന്നു. അയാളുടെ നിയമപരമല്ലാത്ത എല്ലാ നടപടികളും അധികൃതർ ജെയ്സൺ കാണിച്ചു കൊടുക്കുന്നു. കുറുക്കൻമൂല ഒന്നാകെ ജെയ്സന്റെ പിന്നിൽ അണിനിരക്കുന്നു. അവരുടെ ഏക രക്ഷകൻ മിന്നൽ മുരളി എന്ന പോലെ. ജെയ്സണും ബിജിയും അവരുടെ ശക്തി അമാനുഷികത മാത്രമല്ല നാടും നാട്ടുകാരും നൽകുന്ന വിശ്വാസത്തിലും പിന്തുണയിലും ആണ് എന്ന കാര്യം കൂടി ബോധ്യപ്പെടുന്നു. കുറുക്കൻമൂല നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുവാനും വീണ്ടും പുതിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനും ആരംഭിക്കുന്നു. പുതിയ വെല്ലുവിളികളും പോരാട്ടങ്ങളും മിന്നൽ മുരളിയെ കാത്തിരിക്കുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് സിനിമ
അവസാനിക്കുന്നു. മിന്നൽ മുരളിയുടെ രണ്ടാം ഭാഗം ഇതാണ്. ഈ ഒരു സീക്വൽ, അതിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. വീണ്ടും മറ്റൊരു ചിത്രത്തിൻ്റെ സീക്വലുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.